കടക്കുപുറത്ത് എന്നുള്ളതുമായിട്ട് വരുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും. അഞ്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. 4.45 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ വീട് വെച്ചു കൊടുത്തതിനാണോ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി സർക്കാരിനെ പുറത്താക്കേണ്ടത്? 1190 പദ്ധതികൾ, 90,000 കോടി രൂപയ്ക്ക് കിഫ്ബി പദ്ധതികൾ ഓരോ നിയോജക മണ്ഡലത്തിലും അടക്കം നടപ്പിലാക്കിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 87 പേർക്ക് ഒരു ദിവസം എന്ന തോതിൽ ഈ പട്ടയം കൊടുത്തതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 119 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ ഇവിടെ PSC നിയമനങ്ങളടക്കം കൊടുത്തതിന് പേരിലാണോ ഇവിടെ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 0.55% അതിദരിദ്രരെ പോലും കണ്ടെത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയതിനാണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ധനവിഹിതം കുറയുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രതിപക്ഷത്തെയാണോ അധികാരത്തിലേറ്റേണ്ടത്? നമ്മളുടെ കടബാധ്യതയിൽ ഇപ്പോൾ 10ാം സ്ഥാനത്ത് മാത്രമാണ്. അതായത് നമ്മുടെ മുന്നിൽ 9 സംസ്ഥാനങ്ങളുണ്ട്. നികുതി വരുമാനത്തിൽ ദേശീയ ശരാശരിയേക്കാൾ 10% സാമ്പത്തികത മെച്ചപ്പെടുത്തിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ തുടരും. ഇനി അതല്ല, വർഗീയ പ്രചരണവും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള കുപ്രചരണങ്ങളുമാണ് തുടരുന്നതെങ്കിൽ മറിച്ചൊരു വിധി. പക്ഷെ അപ്പോഴും ഒരു തരംഗമുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതാണ് കണക്കിൽ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്.